ഹായ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 ദിവസം മുമ്പിൽ ഒരു തലനാരിഴക്ക് നമ്മൾ 5 പേര് രക്ഷപ്പെട്ടു എൻ്റെ ജോലി സ്ഥലത്ത് നിന്ന്. ഞാനൊരു ഷോർട്സ് ഇട്ടു, പക്ഷേ അന്ന് തന്നെ വൈകുന്നേരം വീഡിയോ ഇടാനുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ. അതിന് എഡിറ്റിങ്ങൊക്കെ ചെയ്ത്, കാരണം ശരിക്കും പറഞ്ഞാൽ അന്ന് രാത്രി മൊത്തം ഞാൻ വീട്ടിൽ വന്നിട്ട് അതിനെക്കുറിച്ച് മാത്രം സംസാരിച്ചു, വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ സാധാരണ ഇങ്ങനെയുള്ളൊരു സംഭവങ്ങളൊക്കെ മിക്കവരും വീഡിയോ അന്നേരം തന്നെ ഇടും. പക്ഷേ എനിക്കെന്തോ എൻ്റെ മാനസികാവസ്ഥയൊന്നും സമ്മതിച്ചിട്ടില്ല. അപ്പോൾ നടക്കുന്നതിൻ്റെ ഒരു കഥപ്പുണ്ട്. ഞാൻ മുമ്പ് ഈ വഴി അല്ലെങ്കിൽ ഈ നടക്കുന്ന ഇതേപോലെ ഈ ഒരു സ്ഥലം ഞാൻ വീഡിയോ ഇട്ട് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും. ഞാൻ എൻ്റെ പണിസ്ഥലത്ത് പോകുന്നത് സ്ഥിരമായിട്ട് എനിക്ക് അവിടെ തന്നെയല്ല പണി, പക്ഷേ മിക്കപ്പോഴും പണി തരുന്നൊരു സ്ഥലമാണത്. അപ്പോൾ 2 ദിവസം മുമ്പിൽ ഒരു ചുഴലിക്കാറ്റ് വന്നു. അപ്പോൾ നമ്മൾ കാണുന്നത് ഉച്ചയാകുമ്പോഴാണ് വരുന്നത്. നമ്മൾ ഈ കാറ്റ് വരുന്ന കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്ന സമയത്ത് തന്നെ നമ്മൾ പെട്ടെന്ന് 5 പേര് നമ്മൾ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. 5 പേര്. ഞാനതിൻ്റെ വീഡിയോ ഇടുന്നുണ്ട്, അതിന് തൊട്ട് മുമ്പിൽ അതിൻ്റെ കാര്യങ്ങൾ പറയുന്നുള്ളൂ മാത്രം. അപ്പോൾ പെട്ടെന്ന് കുതിരമ നമ്മൾ എല്ലാവരും ചതുരി ഓടി. ആ ഓടിയില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ അതിനടിയിലായേനെ. ഭാഗ്യത്തിന് അത് നമ്മളെന്താ പറയുക, അങ്ങനെ മറച്ചിടുകയാണ് ചെയ്തത്. ആ റൂഫിൻ ഷീറ്റ്, അത്രയും സ്ഥലത്തെ റൂഫിൻ ഷീറ്റ്, ആ കമ്പി എല്ലാം അടക്കം. അപ്പോൾ ഞാൻ ചിന്തിക്കുക, ആ കാറ്റിൻ്റെ ഒരു പവർ എന്താണ്, അത്രയും കമ്പിയും അത്രയും വെയിറ്റ്. ഇതെങ്ങനെ, അതുമാത്രമല്ല അതിൻ്റെ പില്ലറിൻ്റെ അടിയിലുണ്ടായിരുന്ന കല്ലും എല്ലാം മറച്ച ആ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തേക്ക് എന്താ പറയുക എറിഞ്ഞ്. അപ്പോൾ സത്യം പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് നമുക്കൊന്നും തിരിഞ്ഞിട്ടില്ല, ഒരു തരം മരവിപ്പായിരുന്നു എല്ലാവർക്കും. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ പറയണ്ടേ, തിരിച്ച് ആ ബിൽഡിങ്ങിൻ്റെ അടുത്തൊക്കെ വന്ന്, കാരണം നമ്മളെ മെഷീനും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലായിരുന്നു ഉണ്ടായിരുന്നു. ശക്തമായ മഴയില്ലെങ്കിൽ കാറ്റായിരുന്നു ശക്തമായിട്ടുണ്ടത്, പക്ഷേ ചാറ്റൽ മഴ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ മെഷീനൊക്കെ എടുത്ത് വെച്ച്, അപ്പോൾ പിന്നീട് JCB ഒക്കെ വന്നിട്ട് അത് എന്താ പറയണ്ടേ, ഷീറ്റൊക്കെ മുറിച്ചിങ്ങോട്ട് താഴേക്ക് ഇട്ടിട്ടുണ്ട്. JCBയും അതുപോലെ വെൽഡിങ്ങിൻ്റെ പണിക്കാരൊക്കെ വന്നിട്ട്. അപ്പോൾ ഇപ്പം ഞാൻ അവിടത്തേക്ക് പോകുന്നത് വെച്ചാൽ, നമ്മളവിടെ കുറച്ച് ഫർണിച്ചർ സാധനം നമുക്ക് പോളിഷ് ചെയ്യേണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, എൻ്റെ മക്കളെ പ്രാർത്ഥന, എൻ്റെ മാത്രമല്ല നമ്മൾ 5 പേരെ മക്കളെ, അതുപോലെ തന്നെ നമ്മളെ കുടുംബാംഗങ്ങളെ, അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നവരൊക്കെ പ്രാർത്ഥനയോ അല്ലെങ്കിൽ എന്തോ ദൈവത്തിന് നമ്മളോട് കുറച്ച് ഇഷ്ടം കൂടുതലുണ്ട് തോന്നുന്നു. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ദൈവം എന്തിനാണ് ഇത്ര കഷ്ടപ്പാട്. ഓരോ കഷ്ടപ്പാട് വരുമ്പോൾ നമ്മൾ ദൈവം ഉണ്ടോ എന്നൊക്കെ ചിന്തിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഓരോ കാര്യങ്ങളും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ തീർത്തും നിർഭാഗ്യവാനായ ആളല്ല ഞാനെന്ന് എനിക്ക് തോന്നിപ്പോയൊരു നിമിഷം അത്. പിന്നെ എന്തായാലും ഞാനത് ബാക്കി ആ കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും എല്ലാവരും മഴക്കാലത്തൊക്കെ കാറ്റൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കുക. കാരണം നമുക്ക് ഒരു അപകടം പറ്റിയിട്ട്, നമുക്ക് ബിൽഡിങ്ങിനൊക്കെ പിന്നെ ഒരു നാശം ഒക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചത് സംഭവമാണ്. അപ്പോൾ അത് എത്ര ലക്ഷമായാലും നമ്മൾ വീണ്ടും ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ ഓണർ 2 ആൾക്കാരാണ് അത് അതിൻ്റെ മൊത്തം ചെയ്തത്. ഒരു അനീഫ്ക്ക്, അതുപോലെ തന്നെ ഷീജു. ഇവരോട് നമുക്ക് എത്ര എന്താ പറയണ്ടേ, നല്ല കിതപ്പുണ്ടേ. അപ്പോൾ അവർ എത്ര പറഞ്ഞാലും മതിയാവില്ല. കാരണം 2 പേരും ആ ബിൽഡിങ് നോക്കിയിട്ട് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇതിൽ 5 പേരും, അല്ലെങ്കിൽ നമ്മൾ 7 ആളുണ്ടായിരുന്നു, 5 ആളായിരുന്നു അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. അപ്പം ആർക്കും ഒരു അപകടം പറ്റിയില്ല, മറ്റ് അന്ന് വിഷയാക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് എന്താ പറയണ്ടേ, നഷ്ടം നമുക്കല്ല, സത്യം പറഞ്ഞാൽ അവർക്കാണ്. അതിന് നന്നാക്കണം, ഒരുപാട് പൈസ വേണം. അപ്പം എന്താ പറയണ്ടേ, ആകെ ഒരു വിഷമത്തിലാണ്. കാരണം മഴക്കാലമാണ്, പണിയൊക്കെ തീരെ കുറവായിരുന്നു. 2 ആഴ്ച ഞാൻ മുഴുവൻ വീട്ടിൽ തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു പണി കിട്ടി സന്തോഷിച്ചു പോയത് അതെങ്ങനെയായി. അപ്പോൾ എന്താ പറയണ്ടേ, എല്ലാവരും മഴ, കാറ്റിന്, അതുപോലെ ഇടിമിന്നലൊക്കെ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഞാൻ ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഒരു കാഴ്ച, ഇത് അന്നത്തെ ദിവസത്തെ കാഴ്ചയാണ്, ഞാൻ ഇന്ന് പകർത്തിയതല്ല. അന്ന് അറിയാം, 40 കട്ടിൽ നമുക്ക് ഒരു ഹോസ്പിറ്റലിലേക്ക് കൊടുക്കേണ്ട, അന്ന് ഹോസ്പിറ്റലിൻ്റെ ഉദ്ഘാടനമുണ്ട്. അപ്പോൾ അതിലേക്ക് സിംഗിൾ കോട്ട് ആയിട്ടുള്ള 40 കട്ടിലുണ്ട്, അത് പോളിഷ് ചെയ്ത്. അപ്പോൾ 40 കട്ടിലൊക്കെ വെക്കേണ്ടേക്ക് നിങ്ങൾ ചിന്തിച്ചാൽ മതി എത്ര വലിയൊരു ഏരിയ. ആ ഏരിയ ആണ് നമ്മൾ അത്രയും ആൾ നിന്ന് പണിയെടുക്കുന്ന സ്ഥലമാണ് നമുക്ക് എന്താ പറയുക, ഒരു മിനിറ്റ് കൊണ്ട് തകർത്ത് കളഞ്ഞത്. ഈ കല്ലും അതുപോലെ തന്നെ ഈ ഇരുമ്പ് തൂണൊക്കെ അങ്ങേ സൈഡിൽ നിന്ന് ഇങ്ങേ സൈഡിലേക്ക്, ഈ ബിൽഡിങ്ങിൻ്റെ ഇപ്പുറ സൈഡിലേക്ക് കാറ്റ് വലിച്ചെറിഞ്ഞതാണ്. എന്താ പറയണ്ടേ, ചിന്തിക്കുമ്പോൾ തന്നെ ഒരു അത്ഭുതം തോന്നുന്നു, എത്ര ശക്തിയാണ് ആ കാറ്റിനെന്ന്.
അപ്പോൾ ഇത് ഇനി പഴയ രീതിയിലേക്ക് ഒന്ന് ആക്കിയെടുക്കണ്ടെങ്കിൽ എത്ര പൈസ ചിലവാകും? അതൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മളെ വിഷമം തൽക്കാലം മറന്നു പോകുന്നു. ഇതിൻ്റെ മുതലാളിമാരെ കുറിച്ചിട്ട് തന്നെ ചിന്തിച്ചു പോകുന്നു. ഇതിനടിയിലായിരുന്നു നമ്മൾ 6 പേരുണ്ടായിരുന്നത്. ഈ 25-ാം തീയതി ഇത് കയറ്റി അയക്കേണ്ട സാധനം ആയതുകൊണ്ട് വളരെ സ്പീഡിൽ എല്ലാവരും മതിമറന്ന് പണിയെടുക്കുന്ന ഒരു സമയത്താണ് ഈ കാറ്റ് വന്നത്. ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് പണിസ്ഥലത്ത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു ബിൽഡിംഗ്. ഈ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്ത് ഇത്ര തന്നെ വലുപ്പത്തിൽ മറ്റൊരു ഇതും കൂടി ഉണ്ടായിരുന്നു, ചേർത്ത് കൂട്ടിപ്പണിതതാണ്. അപ്പോൾ അതാണിപ്പോൾ ഇങ്ങനെ സംഭവിച്ചത്. ഇതിപ്പോൾ ഇന്ന് ഞാൻ എടുത്ത വീഡിയോ ആണ്. ഇത് ഇന്നലെ വൈകുന്നേരം തന്നെ JCB വന്ന് ആ കമ്പിയൊക്കെ താത്തിയ കാഴ്ചയാണ്. എത്ര ഏരിയയിൽ ആ കമ്പി കിടക്കുന്ന കാണാൻ സാധിക്കും. അത്രയേറെ ഷീറ്റും ഇതൊക്കെയാണ് മറച്ചിട്ടത് എന്ന് ചിന്തിച്ച് നോക്കണം. ഇത് 25-ാം തീയതി തന്നെ ഇത് കൊടുക്കണം. അപ്പോൾ അതിനുള്ള ഒരു തിരക്കിൽ ഇപ്പോൾ മനസ്സിലുണ്ട്. കാരണം ഇത് തകർന്ന് നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വാക്ക് തെറ്റിക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ ഇതെല്ലാം കൂടി മട്ടന്നൂരുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റുവന്നു. അപ്പോൾ അവിടെ ഇത്രയേറെ സൗകര്യമില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും നമുക്കിത് 25-ാം തീയതി കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് കൊടുക്കാൻ സാധിക്കുന്നൊരു വിശ്വാസമൊക്കെ ഉണ്ട്. കാരണം എല്ലാവരും ഉത്സാഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ സ്ഥലത്ത് നിന്ന് വേണം ഇത്രയേറെ സാധനങ്ങൾ നമുക്ക് പോളിഷ് ചെയ്ത് കയറ്റി അയക്കാൻ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം. അപ്പോൾ മറ്റൊരു കാഴ്ചയുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ ഇതൊരു വീഡിയോ എടുത്തിടണം എന്ന് ആഗ്രഹിച്ചൊരു വീഡിയോ അല്ല, പക്ഷേ എൻ്റെ ഫാമിലിനെ കാണിക്കണം തോന്നി. അപ്പോൾ മറ്റൊരു കാഴ്ചയും വീണ്ടും കാണാം.